മോളാണല്ലേ? ഞാൻ ജനിച്ച അന്ന് തന്നെ വരണമെന്ന് വിചാരിച്ചതാ. സമയം കിട്ടണ്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ആ മോള് ഭർത്താവ് ഇവിടെ തന്നെയാണോ നിൽക്കുന്നത്? മോനെ എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെയാണോ നിൽക്കുന്നത്? ആ ശരി ശരി. ഇല്ല, ഞാൻ ആ രാധയുടെ മോളുടെ കാര്യം ആലോചിച്ചത്. മൂത്ത കൊച്ചായി 5 മാസത്തിനുള്ളിൽ രണ്ടാമത്തെ കൊച്ചായിരുന്നേ. അയ്യോ, അവക്കും ഭയങ്കര ബുദ്ധിമുട്ടാ. രാധയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാ. കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും രാത്രി ഭയങ്കര കരച്ചിലാണ്. ഈ കൊച്ചെന്താ വണ്ണം ഇല്ലാത്തെ? മോളെന്താ കലക്കി വെച്ചേക്കുന്നേ? പൊടിയോ കൊച്ചിനോ? അയ്യോ, എന്താ പാലില്ലേ? അയ്യോ, ഇന്നത്തെ പിള്ളേരെ പ്രശ്നമേ. പിന്നെ മോള് വേദവെള്ളമൊക്കെ പിടിക്കുന്നുണ്ടല്ലോ അല്ലേ? ചൂട് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം വയറിലേക്ക്. അയ്യോ, മോളുടെ വയറൊക്കെ അങ്ങ് വല്ലാണ്ട് ചാടിയല്ലോ. ഇതിപ്പോ പ്രസവം കഴിഞ്ഞിട്ട് 1 മാസമായില്ലേ? വയറൊന്നും കെട്ടാൻ തുടങ്ങിയില്ലേ? പിന്നെ മോന്റെ വീട്ടിൽ നിന്ന് കുഞ്ഞിന് എന്തൊക്കെ കൊണ്ടിട്ടു? ഇതോ? ഇതിപ്പോ എത്ര വരാനാ? 1 ഗ്രാമെങ്കിലും തികച്ചുണ്ടാവോ ഇത്? കണക്കിലൊന്നും കൊണ്ടിട്ടില്ലേ? അയ്യോ, ആദ്യത്തെ പേരക്കുട്ടിയായിട്ട് ഇത്രയാണോ അവിടെ നിന്ന് തന്നത്? ഇത് മനുഷ്യരാ? നിനക്ക് എന്തുമാത്രം സ്ത്രീധനം നിന്ന് അങ്ങോട്ട് അയച്ചത്? കുഞ്ഞിന് ഇത്രയാണോ കൊണ്ടിട്ടത്? അയ്യോ, എന്ത് ആൾക്കാരാണ്! പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ കുറഞ്ഞത് ഒരു പവനിലെങ്കിലും കുഞ്ഞ് ചെയ്തു കൊടുത്തേനെ. ആദ്യത്തെ പേരക്കുട്ടിയല്ലേ, ഒന്നുമില്ലേ? ഇതെന്താ കുഞ്ഞിന് ഡയപ്പറൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്? എപ്പോഴും ഡയപ്പർ ഇടുവോ? അയ്യോ, ഞങ്ങളൊക്കെ പിള്ളേരായ സമയത്ത് എത്രയാ തുണി കഴിക്കുന്നത്. അയ്യോ, എന്റെ കുഞ്ഞുമോളെ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഡോക്ടേഴ്സ് പലതും പറയും. അതൊന്നും കേട്ട് നമ്മൾ കൊച്ചുകളെ വളർത്താൻ നിന്ന് കഴിഞ്ഞാൽ അവരങ്ങനെ ശരിക്കും വളർത്തുന്നില്ല. നമ്മളൊക്കെ എത്രയാ പിള്ളേരെ വളർത്തിയിരിക്കുന്നത്. നമ്മളൊക്കെ 10 ദിവസം ആയപ്പോഴും കുരവ്, ഏത്തയ്ക്കാപ്പൊടി, വെള്ളം. ഞാൻ 25 എൻ്റെ കൊച്ചിന് ചോറും കൊടുത്തു. അങ്ങനെയായിരുന്നു. നിങ്ങൾ ഈ 6 മാസം പാല് മാത്രമേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ പാൽപ്പൊടി മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് അതൊക്കെ പറയും. ഡോക്ടേഴ്സിന് എന്താ പറയാൻ പാടില്ലാത്ത? അവർ പൈസയ്ക്ക് വേണ്ടി ഇരിക്കുന്നവരല്ല. അവർ പലതും പറയും. അവരൊന്നും പറയുന്നത് നമ്മൾ കേൾക്കട്ടെ. ശരി, എന്തായിരുന്നാലും ഞാൻ പോട്ടെ. അമ്മയും കൂടെ കണ്ടു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പോട്ടെ. പിന്നെ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കുമോ? ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഒന്നും വിചാരിക്കരുത്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാവേ. ശരി ശരി ശരി. ഞാൻ അമ്മയും കൂടെ ഒന്ന് കാണട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവളോടും കൂടെ പറയാനുണ്ട്. ശരി മോളെ, ശരി ശരി.